ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സാമിനെ കുറിച്ച് പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അവർ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് അപേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് 23/2/2024 അതായത് ഇന്ന് രാവിലെ 10 മണി തൊട്ട് 11 മണി വരെയും അതുപോലെ തന്നെ 11 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയും ആ ഒരു ടൈമിൽ ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് ഒരുപാട് പേർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സാം എഴുതാൻ കഴിയാത്തവർ രാവിലെ 11 മണി തൊട്ട് 12 മണി വരെയും അതുപോലെ തന്നെ 10 മണി തൊട്ട് 11 മണി വരെയും നടന്നിട്ടുള്ള എക്സാം എഴുതാൻ പറ്റാത്തവർ ഇന്ന് വൈകുന്നേരം 6 മണി തൊട്ട് 7 മണി വരെ ഉള്ള എക്സാമിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 6 PM to 7 PM അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് എക്സാം നടത്തുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5:55 മാത്രമാണ് ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് 6 മണി തൊട്ട് 7 മണി വരെയാണ് എക്സാം. അതിൽ എക്സാം നടക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് അതായത് 5:55 PM ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ അതിന് മുമ്പ് തന്നെ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ആവുക അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. പിന്നീട് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഉള്ള എക്സാമുള്ള ആളുകളുടെ രജിസ്റ്റർ നമ്പറും ടൈമും അവർ PDF ആയിട്ട് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 24/2/2024 എക്സാം നടക്കുന്ന ആളുകളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ടൈമും അവർ സൈറ്റിൽ PDF ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സൈറ്റിൽ കയറി അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് എക്സാം ഇതുവരെ എഴുതാൻ പറ്റാതെ പോയ ആൾക്കാർ, അതുപോലെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളവർ, അതുപോലെ ഇനി എക്സാമുള്ള ആളുകൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ നമ്പറും അതുപോലെ തന്നെ ടൈമും അതിൽ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ടൈം ഏതാണെന്ന് നോക്കുക. എക്സാമിൻ്റെ ടൈമിന് 5 മിനിറ്റ് മുന്നേ മാത്രം നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അതിന് മുന്നേ ലോഗിൻ ചെയ്യരുത്. അങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. നമുക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യും. പിന്നീട് ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും സൈറ്റിൽ നാളത്തെ എക്സാമിൻ്റെ PDF അതായത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത ആളുകളും ഇതുവരെ എക്സാം എഴുതാത്ത ആളുകളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.